ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെൽത്ത് ആൻഡ് വേജ്. ഇന്നത്തെ ഹെൽത്ത് ആൻഡ് വേജിന്റെ വീഡിയോയിൽ കഴിഞ്ഞ വീഡിയോയുടെ കണ്ടിന്യൂവേഷൻ ആണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇതൊരു പഴയ പൊടി പിടിച്ച ഒരു ഗിത്താർ ആയിരുന്നു, ഫുൾ സ്ട്രിങ് എല്ലാം ഒടിഞ്ഞിട്ടുള്ള ഒരു ഗിത്താർ. അപ്പോൾ അതിനെ ഫുൾ ക്ലീൻ ചെയ്ത് സ്ട്രിങ് ഫുള്ള് പഴയതിനെ പ്ലെയറൊക്കെ വെച്ച് വലിച്ചിളക്കിയെടുത്ത് അതിനുശേഷം എന്താ പുതിയ സ്ട്രിങ് ഇട്ട് ഫുള്ള് നീറ്റാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഗിത്താറിനെ എങ്ങനെയാണ് ട്യൂൺ ചെയ്യുന്നത് എന്നതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതെത്രയും ചെയ്തത് അറിയാത്തവർ ആ വീഡിയോ കണ്ടിട്ട് വരിക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സ്ട്രിങ് ട്യൂൺ ചെയ്യുന്നതെന്ന് നോക്കാം. ട്യൂൺ ചെയ്യാനായിട്ട് പല മെത്തേഡുകളുണ്ട്. ഗിത്താർ ട്യൂണർ എന്ന് പറഞ്ഞ ചെറിയൊരു ഡിവൈസ് ഉണ്ട്. അത് ഈ മുകൾ ഭാഗത്തോ ഇവിടെയൊക്കെ ക്ലിപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിനുശേഷം ഓരോ സ്ട്രിങ് ആയിട്ട് സെലക്ട് ചെയ്തിട്ട് ട്യൂൺ ചെയ്തെടുക്കാൻ പറ്റും, ആക്യുറേറ്റ് ആയിട്ട് ട്യൂൺ ചെയ്യണമെങ്കിൽ. അതുപോലെ ഇപ്പൊ ഇലക്ട്രിക് ഗിത്താറൊക്കെ ആണെങ്കിൽ പ്രൊസസർ എന്ന് പറയും യൂണിറ്റ്. അപ്പോൾ അതുപയോഗിച്ച് ഇതിൽ നിന്ന് കേബിൾ വെച്ച് കണക്ട് ചെയ്ത് ആ സ്ക്രീനിൽ നമുക്ക് ട്യൂൺ ചെയ്തെടുക്കാൻ പറ്റും. അതിൽ ഓരോന്നായിട്ട് എൻ്റർ ചെയ്യുമ്പോൾ ആ സ്ക്രീനിൽ ഏതാ അക്ഷരം ഒന്ന് കാണിക്കും, അങ്ങനെ ട്യൂൺ ചെയ്യാം. മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഒത്തിരി ആപ്ലിക്കേഷനുകളുണ്ട്. ഇപ്പോൾ ആൻഡ്രോയിഡ് ആയാലും iOS-ലായാലും ഒത്തിരി ആപ്ലിക്കേഷനുകളുണ്ട് ഗിത്താർ ട്യൂണിങ്ങിനായിട്ട്. അപ്പോൾ ഞാൻ ഇന്നൊരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടാണ് ട്യൂൺ ചെയ്യുന്നത്. അൾട്ടിമേറ്റ് ട്യൂണർ എന്നാണ് ആപ്ലിക്കേഷന്റെ പേര്. അപ്പോൾ അത് ഓൺ ആക്കി വെച്ചിട്ട് ഇപ്പോൾ ഒന്നാമത്തെ സ്ട്രിങ് ആണെങ്കിൽ അത് സെലക്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം ഇത് ഓരോന്നായിട്ട് തട്ടി തട്ടി ഇത് കറക്റ്റ് ട്യൂൺ ചെയ്യുക. ഇപ്പൊ എങ്ങനെയാണ് ട്യൂൺ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ആപ്പിന്റെ പേര് അൾട്ടിമേറ്റ് ട്യൂണർ എന്നാണ് ആപ്പിന്റെ പേര്. അപ്പോൾ നമുക്ക് താഴെ നിന്ന് മുകളിലേക്ക് വരാം. ഫസ്റ്റ് സ്ട്രിങ്ങിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് നമ്മുടെ ആപ്പില് ഫസ്റ്റ് സ്ട്രിങ് സെലക്ട് ചെയ്ത് വെക്കുക, ഡൗൺ E4 എന്നുള്ളത്. അതിനുശേഷം E2 ഇയില് തട്ടി നോക്കാം. ഇപ്പോൾ ആ മീറ്ററിന്റെ റൈറ്റിലേക്കാണെങ്കിൽ ലൂസ് ആണ്, ലെഫ്റ്റിലേക്കാണെങ്കിൽ ടൈറ്റ് ആണ്. അപ്പൊ അതിനനുസരിച്ച് സെന്ററിൽ ആ ഗ്രീൻ ഉള്ളിടത്താണ് എത്തിച്ചേരേണ്ടത്. ഓരോ കീയും സെലക്ട് ചെയ്തിട്ട് അതുപോലെ ഗ്രീനിലേക്ക് എത്തിച്ചാൽ മതിയാവും. അത് ഫസ്റ്റ് സ്ട്രിങ് ട്യൂൺ ആയിട്ടുണ്ട്, ഗ്രീൻ സ്ക്രീനിൽ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ട്രിങ് വാങ്ങുമ്പോൾ ഫസ്റ്റും സെക്കൻഡും സ്ട്രിങ് വേണമെങ്കിൽ 1-2 എക്സ്ട്രാ വാങ്ങിച്ചു വെക്കാം. അത്രയും തിന്നായിട്ടുള്ള സ്ട്രിങ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ 2 സ്ട്രിങ് എങ്കിലും മിനിമം ഒരു സെറ്റെങ്കിലും എക്സ്ട്രാ കരുതിയിരിക്കണം. ചിലപ്പോൾ നിങ്ങൾ വല്ല പ്രോഗ്രാമിനൊക്കെ വായിക്കാതിരിക്കുമ്പോഴായിരിക്കും പൊട്ടിപ്പോകുന്നത്, അങ്ങനെയൊക്കെ അവസ്ഥ വരാം. അപ്പൊ നമുക്ക് രണ്ടാമത്തെ സ്ട്രിങ്ങിലേക്ക് പോകാം. മൂന്നാമത്തെ സ്ട്രിങ്. നാലാമത്തെ സ്ട്രിങ്. നാലെണ്ണം ട്യൂൺ ചെയ്ത് അഞ്ചാമത്തേലേക്ക് പോകാം. അപ്പോ ഏറ്റവും മുകളിലത്തെ ആറാമത്തെ സ്ട്രിങ്, ഈ സ്ട്രിങ്. ഇപ്പൊ നമ്മുടെ ട്യൂണിങ് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ എന്താ ഒരു പെർഫെക്റ്റ് ഗിത്താറായി മാറി, ഫുൾ നീറ്റ് ആയിട്ടുള്ള. വെറും 150 രൂപയാണ് ഇത്രയും ചെയ്യാനായിട്ട് ചെലവ് വന്ന്. പൊടിയടിച്ച്
തുരുമ്പിച്ച് കിടന്ന ഒരു ഗിത്താറാണ്. ജസ്റ്റ് ക്ലീൻ ചെയ്തു ഫുൾ സ്ട്രിങ് മാറ്റി ഇതാ പുതിയ സ്ട്രിങ് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഗിത്താറിനെ സ്ട്രിങ് മാറ്റി ട്യൂൺ ചെയ്തെടുക്കുന്നത്. എല്ലാവരും പഴയതൊക്കെ ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത്, ഇപ്പൊ എന്തായാലും ലോക്ക്ഡൌൺ ഒക്കെ ആയിട്ട് വെറുതെ ഇരിക്കുമായിരിക്കും, സ്ട്രിങ് ഒക്കെ മാറ്റി ഇപ്പൊ യൂട്യൂബിലൊക്കെ തന്നെ ഒത്തിരി ഗിത്താർ പഠിപ്പിക്കുന്ന ലെസൺസ് ഉണ്ട്. അതൊക്കെ കണ്ട് പുതിയ പുതിയ പാട്ടുകളൊക്കെ വായിക്കാൻ ശ്രമിക്കുക. അപ്പോൾ 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, പറ്റുമെങ്കിൽ എക്സ്ട്രാ 1-2 ഫസ്റ്റും സെക്കൻഡ് സ്ട്രിങ് കൂടെ കരുതുക. അതുപോലെ തന്നെ ഇത് ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഫ്രണ്ട് ഭാഗത്തായിട്ട് ഒന്നും നിൽക്കരുത്, ഇങ്ങനെ മുഖത്തിന് നേരെ പിടിച്ച് ടൈറ്റ് ചെയ്യരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങാനും സ്ട്രിങ് പൊട്ടുകയാണെങ്കിൽ കണ്ണിൽ വന്ന് അടിക്കാൻ സാധിക്കും, മുഖത്തൊന്നും അടിക്കും. അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ പിടിച്ചിട്ട് വേണം, ഇങ്ങനെ വെച്ചിട്ട് വേണം ടൈറ്റ് ചെയ്യാനായിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മളിപ്പോ ഇവിടെ ലൂസ് ഇട്ടായിരിക്കാം ചില സമയത്ത് പൊരുത്തു വെച്ചത്, അപ്പോ ഒരു 2 ദിവസം ഇരിക്കുമ്പോ അത് കുറച്ചുകൂടെ ലൂസ് ആവും. അതുകൊണ്ട് 2 ദിവസം കഴിഞ്ഞ് വീണ്ടും ഒന്നുകൂടെ ട്യൂൺ ചെയ്തു പോകും. അങ്ങനെ ഒരു 2-3 തവണ ട്യൂൺ ചെയ്ത് കഴിയുമ്പോഴേക്ക് ഇത് കറക്റ്റ് സെറ്റ് ആവും. പിന്നെ ആഴ്ച ഒരിക്കൽ ട്യൂൺ ചെയ്താലും പ്രശ്നമില്ലാത്ത അവസ്ഥയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പൊ നമുക്ക് പറ്റുമെങ്കിൽ ഗിത്താർ വെച്ച് പാട്ട് ഞാൻ വായിക്കാൻ ട്രൈ ചെയ്യും. ആ വീഡിയോയിലൂടെ വീണ്ടും കാണാം. പിന്നെ ഞാൻ 2-3 വർഷമായി ഗിത്താർ കൈകൊണ്ട് പിടിച്ചിട്ട്. അതിന് മുന്നേ എന്നെ പഠിപ്പിക്കാൻ വിട്ടായിരുന്നു, പക്ഷെ അപ്പോഴൊന്നും എനിക്കൊരു വലിയ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ വലുതായിട്ട് പഠിച്ചിട്ടൊന്നുമില്ല. നോക്കാം, നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.